Hello children, in today's session we are going to start a new topic, fraction. Fraction means part of a full. Fraction means part of a full. അതായത് ഒരു ഫുൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിനെ നമ്മൾ കുറെ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പാർട്ട് അതിന്റെ ഒരു ഭാഗം, ഒരു ഫുള്ളിനെ കുറെ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫുള്ളിന്റെ എത്ര പാർട്ട്, അതാണ് ഫ്രാക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, you take an apple and cut it into 2 pieces. One piece you keep with yourself, the other piece you give it to your friend. ഒരു ആപ്പിളിനെ 2 പീസായിട്ട് കട്ട് ചെയ്തു. ഒരു പാർട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെച്ചു, അതർ പാർട്ട് യു ഗിവ് ഇറ്റ് യുവർ ഫ്രണ്ട്. 2 പാർട്ടായിട്ട് കട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരെണ്ണം നിങ്ങളുടെ കയ്യിൽ വെച്ചു, ബാക്കിയുള്ളത് എന്ത് ചെയ്തു? യു ഗേവ് ഇറ്റ് ടു യുവർ ഫ്രണ്ട്. So both of you get 1/2 of an apple. അല്ലേ? രണ്ടുപേർക്കും ഫുൾ ആപ്പിൾ കിട്ടിയില്ല, but both of you got a part of the apple. രണ്ടുപേർക്കും ആപ്പിളിന്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു പോർഷൻ കിട്ടി. എത്ര കിട്ടി? 1നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു, അതില് ഒരു പാർട്ട് കിട്ടി. അതിനെ നമ്മൾ ഹാഫ് കിട്ടി, അല്ലേ? ഹാഫ് ഓഫ് എൻ ആപ്പിൾ. ഹാഫ് എങ്ങനെ എഴുതുക? 1/2നെയാണ് നമ്മൾ ഹാഫ് എന്ന് പറയുന്നത്. അപ്പൊ ആ 1/2 ആയിട്ട് എഴുതണേനെയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഷോസ് 1 പാർട്ട് ഓഫ് ഒരു ഫുൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്പിളിനെ എത്ര പീസായിട്ട് ഡിവൈഡ് ചെയ്തു? വി ഡിവൈഡഡ് ദി ആപ്പിൾ ഇൻടു 2 ഈക്വൽ പാർട്സ്. അപ്പൊ ഫുള്ളിൽ എത്ര പാർട്ട് ഉണ്ട്? 2 പാർട്ട് ഉണ്ട്. ഹൗ മച്ച് ഡിഡ് യു ഗെറ്റ്? യു ഗോട്ട് 1 part of 2 parts. Part of a full. അതിനെയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. Let us see with more examples. ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെയാ എഴുതാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല്, ഫ്രാക്ഷൻ is written of the form a by b. a നമ്പർ ആണ്, ബിയും നമ്പർ ആണ്. It can be any number. അപ്പോൾ a by b എന്ന ഫോമിൽ എഴുതും നമ്മൾ ഫ്രാക്ഷൻ. ഇതില് എക്ക് പറയണ പേര്, എ ഇസ് കോൾഡ് ദ ന്യൂമറേറ്റർ, NUMERATOR, ന്യൂമറേറ്റർ, ആൻഡ് ബി ഇസ് കോൾഡ് ദ ഡിനോമിനേറ്റർ, DENOMINATOR, denominator. So fractions are numbers written in the form a by b. ഇങ്ങനെയാണ് ഫ്രാക്ഷനെ എഴുതുക. a is called the numerator and b is called the denominator. a ക്ക് പറയുന്നത് ന്യൂമറേറ്റർ എന്നാണ്, b ക്ക് പറയുന്നത് ഡിനോമിനേറ്റർ എന്നാണ്. a by b ആയിട്ടാണ് ഫ്രാക്ഷൻ എഴുതുക. So now let us see how to write fractions. What fractions are? ഇങ്ങനെ ഓരോ കാര്യം നോക്കാം. Here you can see a rectangle. അല്ലേ? ഇത് ഒരു ഫുൾ റെക്ടാങ്കിൾ ഉണ്ട്. This is one whole. One whole. WHOLE. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ പറയാൻ പോകുന്നത്. Now moving forward, you can see this one whole is divided into 2 equal parts. ഇവിടെ 1 ഹോളിനെ എത്ര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പാർട്ട് ഇത് തൊട്ടിട്ട് ഫ്രം ഹിയർ ടിൽ ഹിയർ. ഇതെങ്ങനെയാ എഴുതാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല്, ഫസ്റ്റ് വി ലുക്ക് അറ്റ് ഹൗ മെനി പാർട്സ് ദ ഹോൾ ഇസ് ഡിവൈഡഡ് ഇൻടു. You can see it is divided into 2 equal parts. So fraction എഴുതുന്നത് a by b ആണെന്ന് പറഞ്ഞു. b ക്ക് പറയുന്നത് ഡിനോമിനേറ്റർ ആണ്. Denominator shows how many
equal parts the whole is divided into. ഈ ഹോളിനെ എത്ര ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ താഴത്തെ വാല്യൂ കാണിക്കുന്നത്. യു കെൻ സീ ദിസ് ഇസ് ഡിവൈഡഡ് ഇൻടു 2 ഈക്വൽ പാർട്സ്. അപ്പോൾ ഡിനോമിനേറ്റർ ഇസ് 2. ഇനി ഫ്രം ഹിയർ ടിൽ ഹിയർ ഈ 2-ല് എത്ര പാർട്ട് ഉണ്ട്? ഇത് 1 പാർട്ട്. സോ ദിസ് ഇസ് റിപ്രസെന്റഡ് ബൈ 1/2. അതേപോലെ this is also 1/2. This represents 1/2. This portion or this part also represents 1/2. This shows the whole is divided into 2 equal parts and this part represents one of the 2 equal parts. ഈ whole-നെ 2 equal part ആയിട്ട് ഡിവൈഡ് ചെയ്തതില് 1 part ആണ് ഇവിടെ represent ചെയ്യുന്നത്. ഇതും അതേപോലെയാണ് അല്ലേ? This represents 1 part of the whole 2 parts. ഫുള്ളിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ 1 part. So this is 1/2. This is also 1/2. Together നോക്കി കഴിഞ്ഞാലോ 2/2 ആണ്. Now coming to this, it is not always necessary that we represent the whole using a rectangle. എപ്പോഴും rectangle തന്നെ വേണമെന്നില്ല. You can represent it using a circle. A circle ആവുമ്പോൾ ഇതിനെ 2 half ആയിട്ട് ഡിവൈഡ് ചെയ്തു 1 portion. This is ഇത് 1/2 ആണ്, ഇത് 1/2 ആണ്. I hope you have understood what is half എന്താണ് അല്ലെങ്കിൽ 1/2 എന്താണ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. Now moving forward, this is one whole. The whole is divided into 3 equal parts. ആ 3 equal part-ലെ 1 part ആണ് ഇത്. So this fraction represents or this part represents 1/3. അല്ലേ? എല്ലാം equal parts ആണ്. So each part represents 1/3. ഇനി ഇതും കൂടി കൂടിയിട്ട് together how many parts? 2 parts of the 3 equal parts. അപ്പോൾ രണ്ടും കൂടി കൺസിഡർ ചെയ്താൽ it becomes 2/3. All 3 together is 3/3 or 1 whole. Now coming to this, you can see this whole is divided into 3 equal parts. 1, 2, 3, 4. So each part represents 1/4. 1/4. This is one of the 4 equal parts. So each part represents 1/4. Now coming to this, first let us identify how many parts this is divided into. 1, 2, 3, 4, 5, 6. The whole is divided into 6 equal parts. So this is 1/6, 1/6, 1/6, 1/6, 1/6, 1/6. Now this is divided into 1, 2, 3, 4, 5, 6, 7, 8. So each part represents 1/8, 1/8, 1/8. ഇത് നമ്മൾ ഓരോ പാർട്ടുമാണ് പറയുന്നത്. So one part is 1 out of 8 parts. ഈ 8 partsന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ they should be divided into equal parts. എല്ലാം equal parts ആയിട്ട് വേണം. So 1/2, 1/3, 1/4, 1/6, 1/8, etc. One whole, how many parts? Each whole is divided into ഒരു part. One part represents 1/2. Here it is 1/2. I hope this is clear to you, children. Now moving forward, identify the fraction shown below. So fraction ne നമ്മൾ എങ്ങനെ എഴുതുക? A/B ആയിട്ടാണ് എഴുതുക അല്ലേ? അപ്പോൾ A number of parts ആണ്. അപ്പോൾ the whole is divided into how many equal parts? 1, 2, 3, 4,
5, 6 പാർട്സ്. അതിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ എത്രയാണ്? 2. അപ്പോൾ 2/6 ആണ് ഇത് റിപ്രസെന്റ് ചെയ്യുന്ന ഫ്രാക്ഷൻ. നമ്പർ ഓഫ് ഷെയ്ഡഡ് പാർട്സ് ഡിവൈഡഡ് ബൈ ദ ഹോൾ. അപ്പോൾ ഈ ഷെയ്ഡഡ് പോർഷനും കൂട്ടണം, ഷെയ്ഡ് ചെയ്യാത്ത പോർഷനും കൂട്ടണം. ടുഗെദർ എത്ര പാർട്ട്, അതായത് ഈ ഫുള്ളിനെ എത്ര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഡിനോമിനേറ്റർ കാണിക്കുന്നത്. യു കെൻ സി ദ ഹോൾ ഇസ് ഡിവൈഡഡ് ഇൻടു 1, 2, 3, 4, 5, 6. ഇതിൽ കളർ ചെയ്തിരിക്കുന്നത് എത്ര പാർട്ട് ഉണ്ട്? 2. So 2/6 is the fraction shown by this. Now coming to this is divided into 1, 2, 3, 4. Let 4 equal parts ആയിട്ട് divide ചെയ്തിട്ടുണ്ട്, of which 3 are shaded. So this represents the fraction 3/4. 1, 2, 3, 4, of which 1, 2, 3 are shaded. So this shows 3/4. Now moving forward, let's see how many portions this is divided into. 1, 2, 3, 4, 5, 6, 7, 8. So the denominator is 8. 8 il 1, 2, 3, 4, 5, 6. 6/8. ഇവിടെ എല്ലാം നമ്മൾ ഷെയ്ഡഡ് പോർഷന്റെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ കളർ ചെയ്ത പോർഷന്റെ ഫ്രാക്ഷൻ ആണ് എഴുതുന്നത്. അപ്പൊ നമ്പർ ഓഫ് പാർട്സ് കളേർഡ് കൗണ്ട് ചെയ്യുക, ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് കളേർഡ് കൗണ്ട് ചെയ്യുക. സോ കളേർഡ് പാർട്സ് ഡിവൈഡഡ് ബൈ ദ or by the total parts will give you the fraction. Now here 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5. 5 colored parts out of 7 parts. So the fraction represented by this is 5/7. So fraction identify ചെയ്യാൻ എത്ര ഷെയ്ഡഡ് ഉണ്ടെന്ന് നോക്കുക, ടോട്ടൽ എത്രയുണ്ടെന്ന് നോക്കുക. ഷെയ്ഡഡ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ വിൽ ഗിവ് യു ദ ഫ്രാക്ഷൻ. ന്യൂമറേറ്റർ ഇസ് ദ നമ്പർ ഓഫ് ഷെയ്ഡഡ് പോർഷൻ, ഡിനോമിനേറ്റർ ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് parts the whole is divided. I hope this is clear to you children. Now moving forward, mark the fraction. 2/5 ne നമുക്ക് represent ചെയ്യണം. So ആദ്യം 1 whole നെ 5 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഇതിൽ എത്ര പോർഷൻസ് കളർ ചെയ്യണം? 2 പോർഷൻസ് കളർ ചെയ്യണം. So this represents the fraction 2/5. അല്ലേ? ടോട്ടൽ 5 ഉണ്ട്, അതിൽ 2 പോർഷൻസ് ഷെയ്ഡ്. Now the next one, 4/9. So we have to divide the whole into 9 equal parts. 1, 2, 3, 4, 5, 6, 7, 8, 9 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 4 parts. 1, 2, 3, 4 ഇതുവരെ ഷെയ്ഡ്. So this represents the fraction 4/9. Total 9 parts ഉണ്ട്, അതിൽ 4 parts കളർ ചെയ്തു. Now 3/7. Total we need 7. The whole is divided into 7 equal parts. 1, 2, 3, 4, 5, 6, 7. അതിൽ 3. 1, 2, 3. So this represents the fraction 3/7. Total 7 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അതിൽ 3 portions ഷെയ്ഡ്. With that, I'll conclude my today's session, children. Any doubts, please do post it in this group.
താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.